ഈ കേസ് അന്വേഷിച്ചത് ഹരിപ്പാട് പോലീസ് ആയിരുന്നു. അതിൽ സാക്ഷികളുടെ എല്ലാം മൊഴികൾ ഞാൻ മുമ്പ് പറഞ്ഞ 32 സാക്ഷികളിൽ എല്ലാവരും മൊഴി പറഞ്ഞിരുന്നു ആ പ്രോസിക്യൂഷൻ കേസുമായിരുന്നു. ഇന്ന് കോടതിയിൽ വിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മരണപ്പെട്ട സുജിത്തിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും സുജിത്തിൻ്റെ 2 ആൺമക്കളും പിന്നെ വേറൊരു കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിധി പൂർണ്ണമായും തൃപ്തരാണ് എന്നാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗവും എല്ലാം ഇതിന് കൂടുതൽ ഗുണകരമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കേസിന്മേൽ ആരംഭം മുതൽ ഉണ്ടായ ഇത് എടുത്ത് 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് 2-ാം പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത്. 2-ാം പ്രതിക്ക് ഈ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഇതുമായി ഇൻവോൾവ്മെൻ്റ് ഉള്ളൂ. ഈ 1-ാം പ്രതിയും മരിച്ച സുജിത്തും സഹോദരന്മാരുടെ മക്കളാണ്. വസ്തുവിനെ സംബന്ധിച്ചൊരു തർക്കം അവർക്കുണ്ടായിരുന്നു എന്ന് പിന്നീട് നമുക്കറിയാൻ സാധിച്ചു. അത് മൊഴികളിലെല്ലാം ആദ്യകാലത്തും വന്നിട്ടുണ്ട്, ഇപ്പോഴും നിലവിലും വന്നിട്ടുണ്ട്. 1-ാം സാക്ഷി എന്ന് പറഞ്ഞത് സുജിത്തിൻ്റെ അച്ഛനും 2-ാം സാക്ഷി സുജിത്തിൻ്റെ അമ്മയുമായിരുന്നു. കരുവാറ്റ സുജിത്ത് വധക്കേസ് 1-ാം പ്രതിക്ക് ജീവപര്യന്തം പിഴയും 2-ാം പ്രതിക്ക് 3 വർഷം തടവും പിഴയും. കരുവാറ്റ കാരമുട്ട വാലുച്ചിറ വീട്ടിൽ സുജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി കരുവാറ്റ വാലുച്ചിറ വീട്ടിൽ രാജീവനെ IPC 302 പ്രകാരം ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും IPC 5A 27 വകുപ്പുകൾ പ്രകാരം 7 വർഷം തടവും 25,000 രൂപ പിഴയും IPC 201 34 പ്രകാരം 3 വർഷം തടവും 25,000 രൂപ പിഴയും ശിക്ഷിച്ച് മാവേലിക്കര ജില്ലാ സെഷൻസ് കോടതി 1 ജഡ്ജി VG ശ്രീദേവി ഉത്തരവായി. 2-ാം പ്രതി കരുവാറ്റ കുന്നേൽത്തറയിൽ പ്രഭുലേഷി 38-ന് IPC 201 34 പ്രകാരം 3 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. രാജീവ് 2 ലക്ഷം രൂപ പിഴയടച്ചില്ലെങ്കിൽ 8 മാസം തടവും 25,000 രൂപ പിഴയടച്ചില്ലെങ്കിൽ 1 മാസം തടവും. പ്രഭുലേഷ് 25,000 രൂപ പിഴയടച്ചില്ലെങ്കിൽ 1 മാസം തടവും അധികമായി അനുഭവിക്കണം. ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു. രാജീവ് IPC 5A 27 201 34 വകുപ്പുകൾ പ്രകാരമുള്ള 10 വർഷത്തെ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടതെന്നും ഉത്തരവിലുണ്ട്. പിഴത്തുകയിൽ 1 ലക്ഷം രൂപ വീതം സുജിത്തിന്റെ അച്ഛൻ പുഷ്പാങ്കദനും അമ്മ ശോഭയ്ക്കും നൽകണം. സുജിത്തിന്റെ ആശ്രിതർക്ക് കേരള വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം നഷ്ടപരിഹാരം നൽകുവാനും നിർദ്ദേശമുണ്ട്. 1-ാം പ്രതി രാജീവിന്റെ അമ്മാവന്റെ മകനാണ് കൊല്ലപ്പെട്ട സുജിത്ത്. പ്രതികൾ ഇരുവരും സുഹൃത്തുക്കളാണ്. 2017 മാർച്ച് 5-ന് രാത്രി 9-ഓടെ കരുവാറ്റ പഞ്ചായത്ത് 1-ാം വാർഡിൽ വാലുച്ചിറ വീടിന് സമീപത്തുള്ള പാടത്ത് വെച്ചാണ് കൊലപാതകം നടന്നത്. രാജീവും പ്രഭലാഷും പാടത്തിരുന്ന് മദ്യപിക്കുന്നതിന് സുജിത്ത് ചോദ്യം ചെയ്തിരുന്നു. തർക്കം കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിലേക്ക് മാറുകയും പിന്നീട് വാളുമായി എത്തിയ രാജീവ് സുജിത്തിനെ വെട്ടുകയുമായിരുന്നു. സുജിത്തിന്റെ അച്ഛൻ പുഷ്പാങ്കദനെ രാജീവ് വെട്ടാൻ ശ്രമിച്ചത് തടഞ്ഞ സുജിത്തിന്റെ അമ്മ ശോഭയ്ക്ക് കൈപ്പത്തിക്ക് ഗുരുതര പരിക്കേറ്റു. വയറിന് ഗുരുതര പരിക്കേറ്റ സുജിത്തിനെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും അടുത്ത ദിവസം രാവിലെ മരിക്കുകയായിരുന്നു. സുജിത്തിന്റെ അച്ഛനമ്മമാരും മക്കളായ അർജുനും ആദിത്യനും സഹോദരി സുനിതയും അടുത്ത ബന്ധുക്കളും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. ഹരിപ്പാട് SI ആയിരുന്ന SS ബൈജു രജിസ്റ്റർ ചെയ്ത കേസിൽ CI ആയിരുന്ന T മനോജാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ 32 സാക്ഷികളെയും 53 രേഖകളും 10 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രോസിക്യൂഷന് വേണ്ടി മുൻ പ്രോസിക്യൂട്ടർ PV സന്തോഷ് കുമാർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ K സജികുമാർ എന്നിവർ ഹാജരായി. ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 9 വർഷമായി കാണുമല്ലേ. അപ്പം ഇങ്ങനെ ഒരു വിധി വരാൻ ഇത്രയും കാലതാമസം എടുക്കാനുള്ള കാരണം എന്താണെന്നൊന്ന് പറയാമോ? ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 2017 പോലീസിൻ്റെ ഫൈനൽ ചാർജ് കോടതിയിൽ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നു. ഓരോ അവധികളിലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ നമ്മൾ തെളിവിലേക്ക് വിസ്തരിക്കുന്നതിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 2017 ഇത് കോടതിയിലേക്ക് വരുന്ന കാലഘട്ടം അതിനുശേഷം വരുമ്പോഴും അതിനെ ചാർജ് വായിക്കാനും മറ്റുള്ള നടപടികൾ ചെയ്യുമ്പോൾ തന്നെ അതിനു മുമ്പിലുള്ള കുറേ കേസുകൾ ഉണ്ടാകും. അപ്പോൾ പഴയ കേസുകളുടെ ക്രമത്തിലാണ് നമ്മൾ കേസുകൾ വിസ്തരിക്കുന്നതിന് ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ ഷെഡ്യൂൾഡ് ചെയ്ത് വന്ന് ഇത് 2017 മുതൽ ഇങ്ങോട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വന്നതിന് ശേഷം 2025 നമ്മൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തുകയും അതിനുശേഷം കുറ്റപത്രം വായിച്ച് സാക്ഷികളെ വിസ്തരിക്കുന്നതിന് വേണ്ടിയിട്ട് സമൻസുകൾ അയച്ച് രേഖകളെല്ലാം കോടതിയിൽ കൊണ്ടുവന്ന് തൊണ്ടികളെല്ലാം കോടതിയിൽ കൊണ്ട് ഹാജരാക്കി
പിന്നീട് നമ്മൾ ട്രയൽ തുടങ്ങി, കണ്ടിന്യൂസ് ട്രയലാണ്. കണ്ടിന്യൂസ് ട്രയൽ തുടങ്ങി സാക്ഷികൾ വരുന്ന മുറയ്ക്ക് വിസ്തരിച്ചാണ് ഇപ്പോൾ ഇത് പൂർത്തിയാക്കിയത്. അതിനിടയ്ക്ക് ചിലപ്പം കോടതികളുടെ പിന്നെ നമ്മുടെ ഈ വെക്കേഷൻ അവധികളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ അതിന് മാറ്റം ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള കാരണം, അല്ലാതെ ഒരു കാതലായ കാലതാമസങ്ങൾ ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇതിനകത്ത് അവര് പ്രതിയെ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് പ്രതികളെ, അതിനുശേഷം ആ നടപടികളെല്ലാം പൂർത്തിയാക്കി. പിന്നീട് അവർക്ക് ജാമ്യം ലഭിച്ചു. പിന്നീട് ഇതിന്റെ പ്രോസസ്സ് എല്ലാം നടന്നു വരിക. അല്ലാതെ ഇതിന്മേൽ ഇടയ്ക്ക് അപ്പീൽ നടന്നുകൊണ്ടേയിരുന്നു. ഇത് മറ്റു കോടതി അവർ ജയിലില്ല. അവർക്ക് ആദ്യത്തെ പ്രതിക്ക്, ഒന്നാം പ്രതിക്ക് അറസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി, പുറത്തു വന്നു. രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ വന്നു. അതിനുശേഷം അവർ കോടതിയിൽ വിചാരണയിലേക്ക് വരും. എല്ലാ അവധിയും വെക്കും. കോടതിയിൽ ഒരു 2 മാസം കൂടിയിരിക്കെ അവധികൾ വെക്കും ഈ നടപടിക്രമങ്ങൾക്ക്. അതിലൊക്കെ അവർ കോടതിയിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ അവർ അഭിഭാഷക മുഖേന അപേക്ഷ കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അല്ലാതെ ഈ കേസിന്റെ കാലതാമസത്തിന് ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിലേക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്കോ ഒന്നും അപേക്ഷകളൊന്നും പ്രതികളോ പ്രോസിക്യൂഷൻ ഭാഗമോ ഒന്നും കൊടുത്തൊരു ഡിലേ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് അതിന്റെ ഈ കാലതാമസം മനഃപൂർവ്വമല്ല. കോടതികളിലെ നിലവിലുള്ള പെൻഡിങ് കേസുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് പ്രിഫറൻസ് അടിസ്ഥാനത്തിലാണ്, ഇയർ വൈസ് ആണ് നമ്മൾ കേസുകൾ ഷെഡ്യൂൾഡ് ചെയ്യുന്നത്. അത് ഉറപ്പാണ്. നമുക്കതിനകത്ത് ഇത് ഒന്നാം പ്രതിക്കാണ് ഈ കൊലക്കുറ്റത്തിനുള്ള കിട്ടതും. പിന്നെ രണ്ടാം പ്രതിക്ക് സെക്ഷൻ 201 IPC റെഡ് 34 തെളിവ് നശിപ്പിക്കൽ അങ്ങനെ ഉള്ള ഇതിന്മേൽ മാത്രമാണ് അയാൾക്ക് ശിക്ഷ. അയാൾക്ക് 302-ലും 326-ലും അയാൾ നിരപരാധിയാണെന്ന് കോടതി കണ്ടുകൊണ്ട് ആ വകുപ്പുകളിൽ നിന്നും അയാളെ കുറ്റവിമുക്തനാക്കി. പിന്നെ ഒന്നാം പ്രതിക്ക് ആംസ് ആക്ട് പ്രകാരം ആയുധം, നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനല്ലാത്ത ആയുധങ്ങൾ കൈവച്ചാൽ ശിക്ഷകരമാണ് ഈ ആംസ് ആക്ട് പ്രകാരം. 5A റെഡ് 27 പ്രകാരം അത് അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ച് ഈ വാള് വെട്ടാൻ ഉപയോഗിച്ച വാള് അത് ഉപയോഗിച്ചതിന് കൈവശം വെച്ചതിനാണ് അദ്ദേഹത്തിന് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 1 മാസം കഠിന തടവും കോടതി ഉത്തരവായിട്ടുള്ളത്. പിന്നെ 326 ഗുരുതരമായ പരിക്കുകൾ, ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കുകൾ ഉണ്ടാക്കിയതിന് ഈ മരിച്ച സുജിത്തിൻ്റെ അമ്മയുടെ കൈപ്പത്തി അറ്റുപോയിരുന്നു, പിന്നെ തുന്നിക്കിട്ടുക. അതിന്മേൽ 326-ന്മേൽ പ്രത്യേക ശിക്ഷ കോടതി ഈ ഒന്നാം പ്രതിക്കെതിരെ പറഞ്ഞില്ല. കാരണം 302 വന്നതുകൊണ്ട്. 326 രണ്ടാം പ്രതിക്ക് 326 ബാധകമല്ല. അതിൽ അയാൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. 201 രണ്ടുപേർക്കും എതിരായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ലക്ഷം രൂപ ഫൈനിനകത്ത് 1 ലക്ഷം രൂപ വീതം മരണപ്പെട്ട സുജിത്തിന്റെ അച്ഛൻ ഒന്നാം സാക്ഷി രൂപയും ആണ് പിരിച്ചത്. ആ 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ വീതം അച്ഛനും അമ്മയ്ക്കും നൽകാൻ കോടതി ഉത്തരവ്. സുജിത്തിന്റെ അച്ഛൻ മരണപ്പെട്ട. കൂടാതെ ഈ കേരള വിക്ടിംസ് ആക്ട് ഒരു കോമ്പൻസേഷൻ സ്കീം 2014 പ്രകാരം ഈ സുജിത്തിന്റെ അച്ഛനും അമ്മയ്ക്കും കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടി കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ജില്ലാ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോടെ. അത് അവിടെ നിന്നാണ് അതിൻ്റെ കോമ്പൻസേഷൻ തീരുമാനിക്കുകയും കൊടുക്കുക. അങ്ങനെ കൊടുക്കാനൊരു നിർദ്ദേശവും കോടതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കസ്റ്റഡി കാലാവധി രണ്ടാം പ്രതിയുടെ ഈ പീരീഡ് സെറ്റ് ഓഫ് ചെയ്യാൻ, ഒന്നാം പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഈ പറയുന്ന ഉദ്ദേശം 3 മാസം. ആദ്യത്തെ ഈ ജീവപര്യന്തം കൂടാതെ ആംസ് ആക്ടിനും മറ്റും 201-നും വിധിച്ച ആ 10 വർഷം കൺകറൻ്റായിട്ട് ശിക്ഷ അനുഭവിക്കുന്ന കാലാവധിയിൽ അത് സെറ്റ് ഓഫ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ആ കൺകറൻ്റായിട്ട് അത് രണ്ടിന് ശേഷം മാത്രമേ ഈ 302 പ്രകാരമുള്ള ജീവപര്യന്തം തുടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 32 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു, 1 സാക്ഷിയെ പ്രതിഭാഗവും വിസ്തരിച്ചു. 10 തൊണ്ടി സാധനങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 53ഓളം രേഖകൾ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഹാജരാക്കി, 2 രേഖകൾ പ്രതിഭാഗത്തു നിന്നും ഹാജരാക്കി. അപ്പീലിന് സ്വാഭാവികമായിട്ടും അവർ പോകും. കാരണം രണ്ടുപേരും പോകും. ഈ 3 വർഷ കാലാവധിയിൽ ഇപ്പം കോടതിയുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്നുണ്ട്, ജാമ്യം കൊടുക്കാം. അത് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ജാമ്യം കൊടുത്താലും ഈ വിധിന്യായവും ഈ ഉത്തരവുകളും എല്ലാം നിലനിൽക്കും. അപ്പം 2 കൂട്ടരും
ഒന്നും രണ്ടും പ്രതികൾ അപ്പീൽ പോകും. അത് സ്വാഭാവികമായിട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയില്ല, അത് അവരുടെ ഇഷ്ടം. പ്രോസിക്യൂഷൻ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അവർ ഇഷ്ടമാണെങ്കിൽ പോകാതിരിക്കുകയോ ചെയ്യാം. ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവർക്ക് അപ്പീൽ പോകാനുള്ള സമയം ചെയ്യുകയും ചെയ്യാറുണ്ട്. അത്ര